ഗാസയെ സഹായിക്കുന്നവരെയെല്ലാം ഇസ്രയേൽ ശത്രുക്കളായി സ്വയം പ്രഖ്യാപിക്കാറുണ്ട്. ഇത്തവണ ഇസ്രയേലിന്റെ ഇര യമനാണ്. ഗാസയ്ക്ക് പിന്തുണ നൽകുന്ന യമനിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി എന്നാണ് ലഭ്യമാകുന്ന വിവരം. പടിഞ്ഞാറൻ തീരത്തെ ഹുദൈദ പ്രദേശത്തായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം നടന്നത്. വ്യോമാക്രമണം നടത്തുന്നതിന് മുൻപ് കൊടുക്കുന്ന മുന്നറിയിപ്പ് പോലും ഇല്ലാതെയായിരുന്നു ഇത്തവണ ആക്രമണം നടത്തിയത് എന്നാണ് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയത്. ഗാസയ്ക്ക് പിന്തുണയുമായി യമൻ വന്നതിന് ശേഷമുള്ള 12ാം തവണ നടത്തിയ ആക്രമണമായിരുന്നു ഇന്നലെ നടന്നത്. യമന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ വിക്ഷേപിച്ചതോടുകൂടി 10 ഇസ്രയേലി വിമാനങ്ങൾ വ്യോമാതിർത്തി കടന്നുപോയി. അതേസമയം ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളെ ഭയക്കുന്നവരല്ല തങ്ങളെന്ന് അൻസാറുള്ള അറിയിച്ചിട്ടുണ്ട്. ഇറാന്റെ അതേ വിധി യമനും നേരിടേണ്ടി വരുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയതോടുകൂടി സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന ഭീതിയാണ് പശ്ചിമേഷ്യയിൽ ഉയർന്നിട്ടുള്ളത്. ഗാസ യുദ്ധത്തിൽ ഫലസ്തീനികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രയേലിനെതിരെ ഹൂത്തികൾ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങിയ ശേഷം യമനിൽ ഹൂത്തികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഇസ്രയേൽ ആവർത്തിച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അൽ ഹുദൈദ തുറമുഖത്ത് ഹൂത്തി ഭീകര ഭരണകൂടത്തിന്റെ ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായും മുൻപ് ഇസ്രയേൽ ആക്രമിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ഏതൊരു ശ്രമവും തടയുക എന്ന ലക്ഷ്യത്തോടെ കൂടിയാണ് ആക്രമണം നടത്തിയത് എന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറയുകയുണ്ടായി. യമനിൽ ഇസ്രയേൽ നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഹൂത്തികൾക്കെതിരെ ഒരു വർഷമായി തുടരുന്ന ആക്രമണത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഏറ്റവും പുതിയ ഭീഷണികൾ ദാരിദ്ര്യത്താൽ വലയം ചെയ്യപ്പെട്ട യമനിൽ വിശാലമായ സംഘർഷം ഉടലെടുക്കുമെന്ന ഭയം ഉയർത്തിയിട്ടുണ്ട്. യമനിലെ വിധി ഇറാന്റെ വിധി പോലെ ആയിരിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി. ജൂൺ 13-ന് ഇറാനിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങളെ പരാമർശിച്ചായിരുന്നു കാറ്റ്സിന്റെ മുന്നറിയിപ്പ്. അതേസമയം ഇസ്രയേൽ നേരത്തെ നടത്തിയ ആക്രമണങ്ങളിൽ തകർന്ന ശേഷം പുനർനിർമ്മിച്ച തുറമുഖത്തെ ഡോക്ക് ഇന്നലെ ആക്രമണത്തിൽ തകർന്നതായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട്. അൽ ഹുദൈദയിലും 2 സമീപ സ്ഥലങ്ങളിലും ജൂലൈ 7-ന് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു. ജൂലൈ 7-ന് നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിന് ശേഷം നിർമ്മാണ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഉപകരണങ്ങളും തുറമുഖത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങളും മത്സ്യബന്ധന ബോട്ടുകളും ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് അൽ ഹുദൈദയിലെ തുറമുഖ ജീവനക്കാരൻ പറയുന്നുണ്ട്. ഇസ്രയേലിനെതിരായ സൈനിക നടപടികൾക്ക് ഹൂത്തി ഭരണകൂടം ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് വാഹനങ്ങൾ, ഇന്ധന കണ്ടെയ്നറുകൾ, സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പലുകൾ, ഭീകര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയത് എന്ന് ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ പറയുന്നു. ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ എത്തിക്കാൻ തുറമുഖം ഉപയോഗിച്ചിരുന്നു എന്നും ഈ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ ഹൂത്തികൾ പിന്നീട് ഉപയോഗിച്ചിരുന്നെന്നും തുറമുഖത്തെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ഇറാൻ പിന്തുണയുള്ള വിമതർ നടത്തിയ ശ്രമങ്ങൾ ഇസ്രയേൽ തിരിച്ചറിഞ്ഞതായും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഇസ്രയേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്ന കപ്പലുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഹൂത്തികൾ അടുത്തിടെ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലും മാരകമായ ആക്രമണങ്ങൾ പുനരാരംഭിച്ചതാണ് ഇസ്രയേലിനെ ഇത്ര കണ്ടു ചൊടിപ്പിച്ചത് എന്ന് തന്നെ വേണം പറയാൻ.